പ്രോബ്ലം നോക്കാം. ഓർവെൽ കമ്പനി ലിമിറ്റഡ് പ്രൊഡ്യൂസസ് 3 പ്രോഡക്ട്സ് എക്സ്, വൈ ആൻഡ് സെറ്റ് വിത്ത് സ്റ്റാൻഡേർഡ് കോസ്റ്റ് ആൻഡ് ക്വാണ്ടിറ്റീസ് പെർ യൂണിറ്റ്. എന്തൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഈ 3 പ്രോഡക്റ്റിലെന്ന് നോക്കാം. ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ്ഡ് 20,000, 40,000, 60,000. ഡയറക്റ്റ് മെറ്റീരിയൽ പെർ യൂണിറ്റ് 100, 80 ആൻഡ് 60. Direct wages per unit 60, 80, 100. Labor hours required per unit 6, 8, 10. Machine hours required per unit 8, 8, 14. Number of purchase requisition 2,400, 3,600, 4,000. Number of setup 480, 520, 600. Production overhead split by the department. Department A 22 lakhs, Department B 30 lakhs. Then Department A is labor intensive while Department B is machine intensive. Total labor hours in Department A 3,66,666. Total labor hours in Department B 10 lakh. പ്രൊഡക്ഷൻ ഓവർഹെഡ് സ്പ്ലിറ്റ് ബൈ ആക്ടിവിറ്റി. ആദ്യം നമ്മൾ പറഞ്ഞിരിക്കുന്നത് പ്രൊഡക്ഷൻ ഓവർഹെഡ് സ്പ്ലിറ്റ് ബൈ ഡിപ്പാർട്ട്മെൻറ്റ്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് രണ്ട് ഡിപ്പാർട്ട്മെൻറ്റുകളാണുള്ളത്. ആ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് ആയിട്ടുള്ള കോസ്റ്റുകൾ നമ്മൾ സെപ്പറേറ്റ് പറഞ്ഞു. ദെൻ നെക്സ്റ്റ് പ്രൊഡക്ഷൻ ഓവർഹെഡ് സ്പ്ലിറ്റ് ബൈ ആക്ടിവിറ്റി. 2 ആക്ടിവിറ്റീസ് ആണുള്ളത് ഇവിടെ. റിസീവിങ് ഓർ ഇൻസ്പെക്ടിങ്, പ്രൊഡക്ഷൻ ഷെഡ്യൂളിംഗ് ഓർ മെഷീൻ സെറ്റപ്പ്. ഇതിന് രണ്ടിനും കൂടിയായിട്ട് 52 lakhs ആണ് വന്നിരിക്കുന്നത്. നമ്പർ ഓഫ് ബാച്ചസ് റിസീവ്ഡ്, എത്ര ബാച്ചസ് ആണുള്ളത്? 10,000 ആണ്. നമ്പർ ഓഫ് ബാച്ചസ് ഫോർ ഷെഡ്യൂളിംഗ് 1,600. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പ്രിപ്പയർ ദ പ്രോഡക്റ്റ് കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അണ്ടർ ട്രഡീഷണൽ അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് ആൻഡ് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് മെത്തേഡ്. ഇത് രണ്ടിലും നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും വ്യത്യാസം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. എന്നിട്ട് കമ്പയർ ദ റിസൾട്ട് അണ്ടർ ദ 2 മെത്തേഡ്സ്. സോ നമ്മൾ ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യനിൽ നമുക്ക് ഐറ്റംസ് തന്നിട്ടുള്ളതെല്ലാം 2 മെത്തേഡ് കാണാനുള്ള എല്ലാ ഐറ്റംസും ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ആദ്യം ട്രഡീഷണൽ അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് മെത്തേഡ് പ്രകാരം കാണുക എന്നുള്ളത് നോക്കാം. ട്രഡീഷണൽ കോസ്റ്റിംഗ് സിസ്റ്റം പ്രകാരം നമ്മൾ ആദ്യം അബ്സോർപ്ഷൻ റേറ്റ് കണ്ടുപിടിക്കും. അബ്സോർപ്ഷൻ റേറ്റ് എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് എ നോക്കുക. ഡിപ്പാർട്ട്മെൻറ്റ് എ 22 lakhs ആണ് പ്രൊഡക്ഷൻ ഓവർഹെഡ് വരുന്നത്. 22 lakhs. എന്നിട്ട് ആ പ്രൊഡക്ഷൻ എയിൽ എത്രയാണ് ലേബർ ഹവേഴ്സ് ഉള്ളത്? 3,66,666 ആണ്. സോ ടോട്ടൽ ₹6 പെർ ലേബർ ഹവർ ആണ് പ്രൊഡക്ഷൻ എയിൽ വന്നിരിക്കുന്നത്. ഇനി പ്രൊഡക്ഷൻ ബി നോക്കുക. 30 lakhs ആണ്. 30 lakhs. പക്ഷേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഡിപ്പാർട്ട്മെൻറ്റ് എ ലേബർ ഇൻറ്റൻസീവ് ആണ്, ഡിപ്പാർട്ട്മെൻറ്റ് ബി മെഷീൻ ഇൻറ്റൻസീവ് ആണ്. എന്നാൽ കൂടി നമ്മൾ ട്രഡീഷണൽ മെത്തേഡിൽ നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് ബി 30 lakhs ആണ്. പക്ഷേ ഔട്ട് ഓഫ് എത്ര ലേബറാണ്, ലേബർ ഹവർ എത്ര റുപ്പീസാണ് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 30 lakh ഡിവൈഡഡ് ബൈ 10 lakh rupees 3 per ലേബർ ഹവർ. സോ ഇവിടെ നമ്മൾ പ്രൊഡക്ഷൻ കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ട്രഡീഷണൽ മെത്തേഡിൽ എങ്ങനെയാണ്? ആദ്യം ഡയറക്റ്റ് മെറ്റീരിയൽ എത്രയും നോക്കും. ഡയറക്റ്റ് മെറ്റീരിയൽ നമുക്ക് എമൗണ്ട് തന്നിട്ടുണ്ട്. ഡയറക്റ്റ് വേജസും നമുക്ക് തന്നിട്ടുണ്ട്. ദെൻ പ്രൊഡക്ഷൻ ഓവർഹെഡ് എന്ന് പറയുന്നത് നമ്മൾ 2 ക്ലാസിഫൈ ചെയ്തിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് എ, ഡിപ്പാർട്ട്മെൻറ്റ് ബി. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് എത്രയാണ്? 6 ആണ് എ ഡിപ്പാർട്ട്മെൻറ്റിന് പെർ യൂണിറ്റ് വരുന്നത്. 3 ആണ് ഡിപ്പാർട്ട്മെൻറ്റ് ബിക്ക്. അപ്പോൾ എക്സ്, വൈ, സെറ്റ് ഈ 3 എണ്ണത്തിന് നമ്മൾ ഈ 6, 3 എന്ന് പറയുന്ന റേറ്റ് വെച്ചിട്ട് എത്ര ഹവേഴ്സാണ് വർക്ക് ചെയ്തിട്ടുള്ളത് അത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നു. അപ്പോൾ ആ ഹവേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 6, 8, 10 ഹവേഴ്സാണ് ഡിപ്പാർട്ട്മെൻറ്റ് എ. ദെൻ 8, 14 ഹവേഴ്സാണ് ഡിപ്പാർട്ട്മെൻറ്റ് ബി. അത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നു. The labor hours required per unit 6, 8, 10. ഓക്കെ. അപ്പോൾ അങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിച്ചു. ടോട്ടൽ കോസ്റ്റ് ₹220, എക്സിന് 232, വൈക്ക് 262, സെഡിന്. ഇവിടെ സിമ്പിളായിട്ട് നമ്മളിപ്പോൾ കോസ്റ്റ് എത്രയാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്തു. ഇത് ട്രഡീഷണൽ മെത്തേഡ്. ഇനി ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിങ്ങിൽ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്കറിയാം ഇവിടെ കോസ്റ്റ് ഡ്രൈവർ ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കണം. നമ്മൾ മറ്റേ ട്രഡീഷണൽ കോസ്റ്റിങ്ങിൽ ആദ്യം നമ്മൾ അബ്സോർപ്ഷൻ റേറ്റ് എത്രയാണെന്നുള്ളത് കണ്ടുപിടിച്ചു. ഇവിടെ അതുപോലെ കോസ്റ്റ് ഡ്രൈവർ ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കണം. ഓക്കെ. അപ്പോൾ അവിടെ കോസ്റ്റ് ഡ്രൈവേഴ്സ് ആയിട്ടുള്ള റിസീവിങ് ആൻഡ് ഇൻസ്പെക്റ്റിംഗ് എന്ന് പറയുന്ന ആക്ടിവിറ്റി ഉണ്ട്. ആദ്യത്തെ ആക്ടിവിറ്റി അതിൻ്റെ എത്രയാണ് കോസ്റ്റ് വരുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് റിസീവിങ് കോസ്റ്റിൽ നമുക്ക് തന്നിട്ടുണ്ട് 28 lakh ആണ് കോസ്റ്റ്. പ്രൊഡക്ഷൻ ആൻഡ് ഷെഡ്യൂളിന് 24 lakhs ആണ്. ടോട്ടൽ
2 lakhs വന്നിട്ടുണ്ട്. നമ്മൾ ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുള്ളതാണ്. 52 lakhs വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ 22 lakhs ഡിവൈഡഡ് ബൈ എത്ര ബാച്ചസ് ആണ്, റിസീവിങ് ആൻഡ് ഇൻസ്പെക്റ്റിംഗ് എത്ര ബാച്ചസ് ആണ്. അപ്പോൾ നമുക്ക് ₹280 പെർ റിക്വസിഷൻ കിട്ടി. ദെൻ പ്രൊഡക്ഷൻ ഷെഡ്യൂളിംഗ് ഓർ മെഷീൻ സെറ്റപ്പ് എന്ന് പറയുന്ന ആക്ടിവിറ്റി, ആ ആക്ടിവിറ്റിക്ക് വരുന്ന ടോട്ടൽ കോസ്റ്റ് 24 lakhs ആണ്. ആ 24 lakhsൽ എത്ര ബാച്ചസ് ആണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്? 1600. സോ പെർ സെറ്റപ്പ് എത്ര കോസ്റ്റാണ് വന്നിരിക്കുന്നത്? 1500. സോ ഇവിടെ നമുക്ക് ആ ഒരു കോസ്റ്റ് ഡ്രൈവർ എന്നാണ്, അല്ലെങ്കിൽ ആ ഒരു കോസ്റ്റ് ഒബ്ജക്റ്റിൻ്റെ നമ്മൾ ആക്ടിവിറ്റീൻ്റെ കോസ്റ്റ് എത്രയാണെന്നുള്ളത് കിട്ടി. പെർ യൂണിറ്റ് കോസ്റ്റ് എത്രയാണെന്നുള്ളത് കിട്ടി. പെർ ആക്ടിവിറ്റി കോസ്റ്റ് എത്രയാണെന്നുള്ളത് കിട്ടി. ഇനി നമ്മൾ പ്രൊഡക്ഷൻ കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ അവിടെ ആദ്യത്തെ പോലെ ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബറും അത് നമ്മൾ പറഞ്ഞല്ലോ ഏതൊക്കെയാണ് ഡയറക്റ്റ് ഐറ്റംസ് എന്നുള്ളത് ആദ്യം നമ്മൾ അതുപോലെ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാം. ദെൻ പ്രൊഡക്ഷൻ ഓവർ ഹെഡിലേക്ക് വരുമ്പോൾ നമ്മൾ കഴിഞ്ഞ അതിൽ ചെയ്തത് ഡിപ്പാർട്ട്മെൻറ്റ് എ ഡിപ്പാർട്ട്മെൻറ്റ് ബി എന്ന് പറഞ്ഞിട്ട് ക്ലാസിഫൈ ചെയ്തതിന് പകരം ഇവിടെ നമ്മൾ റിസീവിങ് പ്രൊഡക്ഷൻ ഷെഡ്യൂളിംഗ് എന്ന് പറയുന്ന 2 ആക്ടിവിറ്റികളായിട്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്താ ചെയ്തത്? ഈ 280 എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള റിസീവിങ് എന്ന് പറയുന്ന ആക്ടിവിറ്റിക്ക് വരുന്ന പെർ യൂണിറ്റ് കോസ്റ്റ് 280 ആണ്. അത് എക്സ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനും വൈ എന്ന് പറയുന്ന പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനും സെഡ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനും ₹280 ആണ് പെർ ആക്ടിവിറ്റി കോസ്റ്റ് വരുന്നത്. സോ ഈ എക്സിന് എത്രയാണ് ടോട്ടൽ കോസ്റ്റ് വരിക എന്നുള്ളത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? എത്രയാണ് എക്സിൻ്റെ ടോട്ടൽ എത്ര ക്വാണ്ടിറ്റിയാണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്? നമുക്ക് ക്വസ്റ്റ്യനിൽ നോക്കാം. എക്സ് എത്ര ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്? 20,000, വൈ 40,000, മറ്റേ സെഡ് 60,000. ഓക്കെ, ഇനി എക്സിന് എത്ര പർച്ചേസ് റിക്വസിഷൻ കിട്ടിയിട്ടുണ്ട്? ആ ഒരു ആക്ടിവിറ്റിയാണ് പർച്ചേസ് റിക്വസിഷൻ. എത്ര ആക്ടിവിറ്റി? ഇതാണ് നമ്മളെ കോസ്റ്റ് ഡ്രൈവർ അല്ലെങ്കിൽ ഫാക്ടർ. 2,400, 3,600, 4,000. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ 2,400 ഔട്ട് ഓഫ് 20,000 2,400 ആണ് എക്സിന് കിട്ടിയിരിക്കുന്നത്. അതുപോലെ വൈക്ക് ഔട്ട് ഓഫ് 40,000 വൈക്ക് 3,600 ആണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അടുത്തത് സെഡിന് ഔട്ട് ഓഫ് 60,000 4,000 ആണ് കിട്ടിയിരിക്കുന്നത്. പർച്ചേസ് റിക്വസിഷൻ ആണുള്ളത്. സോ നമ്മൾ ഈ 280 പെർ ആക്ടിവിറ്റി കോസ്റ്റിൽ നിന്നും എക്സിന് എത്ര ആക്ടിവിറ്റി എന്നുള്ളത് എങ്ങനെ കണ്ടുപിടിക്കാം? 2,400 ഡിവൈഡഡ് ബൈ 20,000 ഇൻറ്റു 280. അപ്പോൾ 33.60 കിട്ടി. ഇവിടെ 25.20 കിട്ടി. 18.67 കിട്ടി. ഓക്കെ, അപ്പോൾ ഈ ഒരു ആക്ടിവിറ്റി കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ഈ റിസീവിംഗ് എന്ന് പറയുന്നത് ആക്ടിവിറ്റിയാണ്. ഇനി കോസ്റ്റ് നമ്മൾ എന്താ പറയുക, പർച്ചേസ് റിക്വസിഷൻ എന്ന് പറയുന്നതൊക്കെ എന്താണ്? നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന പർച്ചേസ് റിക്വസിഷനും സെറ്റപ്പും ഒക്കെയാണ് ഡ്രൈവർ എന്ന് പറയുന്നത്. ഓക്കെ, ആക്ടിവിറ്റിയും ഡ്രൈവറും വ്യത്യാസം മനസ്സിലാക്കുക. ദെൻ പ്രൊഡക്ഷൻ ഷെഡ്യൂളിങ്ങും ഇതേപോലെ നമ്മൾ 1,500 ആണ് എക്സിനും സെഡിനും വൈക്കും കിട്ടിയിട്ടുള്ളത്. ഇനി എങ്ങനെയാണ് ഇതിൻ്റെ പ്രൊപ്പോർഷൻ കണ്ടുപിടിക്കുന്നത്? ഇവിടെ 20,000 ആണ് ടോട്ടൽ ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി 480 എന്ന് പറയുന്നത് എത്ര സെറ്റപ്പ്, എത്ര നമ്പർ ഓഫ് സെറ്റപ്സ്? എക്സിന് 480, വൈ 520, സെഡ് 600. ഓക്കെ, സോ നമ്മൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പ്രൊപ്പോർഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നു. അപ്പോൾ അവിടെ 36, 19.5, 15 കിട്ടി. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് എക്സിൻ്റെ 229.60, 204.70, 193.67. ഓക്കെ, ഇവിടെ നോക്കുക. ഇതേ സമയം നമ്മൾ മറ്റേ മെത്തേഡ് പ്രകാരം ചെയ്ത സമയത്ത് നമുക്ക് എത്രയാണ് കിട്ടിയിട്ടുള്ളത്? ഇവിടെ 229.60 കിട്ടിയ സ്ഥാനത്ത് ഇവിടെ 220, വലിയ വ്യത്യാസമില്ല. ഇവിടെ 204.70 കിട്ടിയ സ്ഥാനത്ത് ഇവിടെ 232. ഇവിടെ 262 കിട്ടിയ സ്ഥാനത്ത് ഇവിടെ എത്രയാണ് വന്നിരിക്കുന്നത്? 193.67 വന്നിട്ടുള്ളൂ. സോ ഇതിൽ നിന്ന് നമ്മൾ ഈ ആക്ടിവിറ്റി ആയിട്ട് ഡിവൈഡ് ചെയ്തത് കൊണ്ട് നമുക്ക് കറക്റ്റായിട്ടുള്ള എക്സ് എന്ന് പറയുന്ന പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് എത്രയാണ്, വൈൻ്റെ കോസ്റ്റ് എത്രയാണ്, സെറ്റിൻ്റെ കോസ്റ്റ് എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റി. ഇപ്പോൾ ഇവിടെ സെറ്റിൻ്റെ കോസ്റ്റ് നോക്കുക. നമ്മൾ ട്രഡീഷണൽ മെത്തേഡ് പ്രകാരം സെറ്റിന് 262 ആണ് നമുക്ക് ടോട്ടൽ കോസ്റ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും സെറ്റ് എന്ന് പറയുന്ന പ്രോഡക്റ്റിൻ്റെ സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യുമ്പോൾ നമ്മൾ അതിനേക്കാളും കൂടുതൽ ഹയർ റേറ്റ് ആയിരിക്കും ഫിക്സ് ചെയ്യുക. പക്ഷേ ആക്ച്വലി നമുക്ക് എത്രയേ വന്നിരിക്കുന്നുള്ളൂ? 193.67. ABC മെത്തേഡ് പ്രകാരം ചെയ്തപ്പോൾ 193.67 വന്നിട്ടുള്ളൂ നമുക്ക് കോസ്റ്റ്. അപ്പോൾ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ഒരു സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യാൻ പറ്റും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് മാർക്കറ്റിൽ എന്ത് ചെയ്യാൻ പറ്റും? നല്ലൊരു ബാക്കിയുള്ള കോമ്പറ്റീറ്റേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കുറവ് റേറ്റിൽ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും.
അപ്പോൾ ഇതിൻ്റെ കമൻറ്റ് നോക്കാം. ദ ടു മെത്തേഡ്സ് ഷോ ഡിഫറെൻറ്റ് കോസ്റ്റ് യൂണിറ്റ്സ്. അണ്ടർ ട്രഡീഷണൽ അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് മെത്തേഡ് പ്രോഡക്റ്റ് സെഡ് ഈസ് മോർ എക്സ്പെൻസീവ് വൈൽ അണ്ടർ ദ ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് മെത്തേഡ് പ്രോഡക്റ്റ് എക്സ് ഈസ് മോർ എക്സ്പെൻസീവ്. ഇഫ് വി അസ്യൂം ദ എ ബി സി ഈസ് മോർ ആക്യുറേറ്റ് ദെൻ പ്രോഡക്റ്റ് വൈ ആൻഡ് സെറ്റ് വുഡ് ബി ഓവർ പ്രൈസ്ഡ് ആണല്ലോ. എ ബി സി കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ വൈയും സെറ്റും നമ്മൾ ട്രഡീഷണൽ മെത്തേഡ് പ്രകാരം നോക്കിയപ്പോൾ ഓവർ പ്രൈസ്ഡ് ആണ്, എന്നാൽ എക്സ് അണ്ടർ പ്രൈസ്ഡ് ആണ്. ആസ് എ റിസൾട്ട് സെയിൽസ് ഫോർ ദ വൈ ആൻഡ് സെറ്റ് വുഡ് ബി ലെസ് ആൻഡ് സെയിൽസ് ഫോർ ദ എക്സ് വുഡ് ബി മോർ, ലീഡിങ് ടു ലോസ് ഫോർ ദ കമ്പനി. സോ എ ബി സി മെത്തേഡ് അഡോപ്റ്റ് ചെയ്യാണ് നല്ലത് എന്നാണ് പറയുന്നത്. ഓക്കെ.